മാമാങ്കവുമായി ബന്ധപ്പെട്ട് അനവധി ചരിത്ര രേഖപ്പെടുത്തലുകളൊക്കെ കാണാമെങ്കിലും നാം ഓരോരുത്തരും ഉറപ്പായും കേട്ടിട്ടുള്ള ഒരു ഭാഗമായിരിക്കും നിലപാട് നിൽക്കുന്ന സാമൂതിരിയെ കൊല്ലാനായി വള്ളുവനാടിൻ്റെ പോർവീരന്മാർ ചാവേറുകളായി മാമാങ്കത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട കഥകളും പാട്ടുകളും ഓരോ ജനതയിലും വാമൊഴിയായി തന്നെ പകർന്നു നൽകപ്പെട്ടിട്ടുമുണ്ട്. മാമാങ്കത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനകാല ചരിത്രം കൂടിയാണത്. സാമൂതിരി വള്ളുവക്കൊനാതിരിയെ തോൽപ്പിച്ചതിന് ശേഷമുണ്ടായ കേരള മേഖലകളുടെ ചരിത്രം കൂടിയാണത് എന്ന് പറയാം. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് സാമൂതിരി പ്രബലനാവുന്നതും വള്ളുവനാടിൻ്റെ മേഖലകളും മാമാങ്ക അവകാശവുമൊക്കെ പിടിച്ചെടുക്കുന്നതും. അതോടെ സാമൂതിരിയും വള്ളുവനാടും തമ്മിലുള്ള പക ആരംഭിക്കുകയും കാലങ്ങളോളം അത് തുടരുകയും ചെയ്തു. വള്ളുവനാട് ദേശം ആ കാലത്ത് വലിയ തോതിൽ ചുരുങ്ങിയിരുന്നെങ്കിലും അവർ സാമൂതിരിയുടെ മേഖലകളിലേക്ക് കടക്കാൻ പോലും വലിയ മടി കാണിച്ചിരുന്നു. പരമാവധി അതിർത്തി കടക്കാതിരിക്കാൻ ശ്രമിക്കുകയും അഥവാ ഇനി കടന്നാൽ സ്വന്തം സ്ഥലത്ത് തിരിച്ചെത്തി കുളിക്കുന്നതുവരെ ജലപാനമില്ലാതെ നിൽക്കുന്ന ശീലങ്ങളും ആ കാലത്തെ വള്ളുവനാടിന് ഉണ്ടായിരുന്നു. ചുരുക്കിയാൽ സാമൂതിരിയോടുള്ള വിരോധം വള്ളുവനാട്ടിൽ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. സാമൂതിരിയോടുള്ള വിരോധം വള്ളുവനാട്ടിലെ ചടങ്ങുകളിലും പ്രകടമായി തന്നെ ആ കാലഘട്ടത്തിൽ കാണിച്ചു തുടങ്ങി. തങ്ങളുടെ ഭരണാധികാരിയുടെയും ദേശത്തിൻ്റെയും അഭിമാനം സംരക്ഷിക്കുക അവരുടെ ജീവിതത്തിൻ്റെ ധർമ്മം കൂടിയായിട്ടാണ് ഓരോ ആളുകളും കരുതിയത്. അപ്രകാരം നാടിൻ്റെയും നാടുവാഴിയുടെയും പ്രതിനിധികളായി മാമാങ്കത്തിന് ചെന്ന് പോരാടി മരിക്കുന്നത് ഒരു മഹത്തായ കാര്യമായി ഈ ദേശത്തിൽ അംഗീകരിക്കപ്പെട്ടു. ഒരു മാമാങ്കത്തിൻ്റെ ആത്മാർപ്പണം കഴിഞ്ഞാൽ 12 വർഷങ്ങൾക്ക് ശേഷം അടുത്ത മാമാങ്കത്തിനായി ചാവേർ വീരന്മാരെ അയക്കാനായി നാടൊന്നാകെ ഒരുക്കം കൂട്ടുക പതിവുമായി. ഈ കാലയളവിൽ പോർവീരന്മാർ കഠിനമായ പരിശീലനത്തിലും ഏർപ്പെട്ടു. നാട്ടിൽ നിലവിലുള്ള പയറ്റുമുറകൾക്ക് പുറമേ മറുനാടുകളിൽ ചെന്ന് പുതിയ വിദ്യകളും അഭ്യാസരീതികളും പഠിച്ചെടുക്കാനും ചാവേർ വീരന്മാർ അതവരുടെ കർത്തവ്യമാക്കി മാറ്റി. തങ്ങളുടെ മക്കൾ ചാവേറായി പോകുന്നത് പുണ്യമായ ഒന്നാണെന്ന് വള്ളുവനാട് ദേശത്തെ അമ്മമാർ കരുതിയപ്പോൾ അവരുടെ ബന്ധുക്കളാകുന്നത് പോലും ഈശ്വരാനുഗ്രഹമാണ് എന്നത് ഓരോ പ്രജകളും വിശ്വസിക്കാനും തുടങ്ങി. പുതുമന പണിക്കർ, ഭയങ്കര പണിക്കർ മുതലായവരുടെ നേതൃത്വത്തിൽ ചാവേർ വീരന്മാരുടെ ഒരുക്കങ്ങളും യാത്രയും നാട് ഗംഭീരമായി തന്നെ കൊണ്ടാടുവാനും ആരംഭിച്ചു. വള്ളുവക്കൊനാതിരിയുടെ കീഴിൽ കിഴക്കൻ അതിർത്തികളും മലയോര പ്രദേശങ്ങളും ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് കുന്നത്തുനാട്ടിൽ മാടമ്പിൽ നായരായിരുന്നു. പുതുമന പണിക്കർ, കാവട നായർ എന്നിങ്ങനെ പ്രധാന സ്ഥാനപതികൾ വേറെയും ഉണ്ടായിരുന്നു. ഇവർക്ക് പുറമെ വേറെയും പ്രധാനപ്പെട്ട സ്ഥാനപതികൾ സാമൂതിരിയുടേറ്റ പരാജയത്തിനപ്പുറവും വള്ളുവക്കൊനാതിരിക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വള്ളുവനാട് ദേശം വലിയ തോതിൽ ക്ഷീണിച്ചപ്പോഴും സാമൂതിരിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവർക്കായിരുന്നു. ഓരോ തവണയും മാമാങ്കത്തിൽ ചാവേറുകളായി വള്ളുവനാടിൻ്റെ പോരാളികൾ സാമൂതിരിയുടെ ഉറക്കം കെടുത്തിയെന്നും പറയാം. മാമാങ്കവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി വീരകഥകൾ വാമൊഴിയായും അല്ലാതെയും നാം കേട്ടിട്ടുമുണ്ടാകും. ഈ കഥകൾ ആ കാല മാമാങ്കത്തെപ്പറ്റി കൂടി പറഞ്ഞു വെക്കുന്നുമുണ്ട്. അത്തരത്തിൽ ചാവേർ വീരന്മാരുടെ കഥകളിലൂടെ തന്നെ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. ചാവേർ വീരന്മാരുടെ കഥകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായ ഒരു വ്യക്തിത്വമാണ് കണ്ടർ മേനോൻ എന്നത്. സാമൂതിരിക്കെതിരായ യുദ്ധത്തിൽ കയ്യും മെയ്യും മറന്നു പോരടിച്ച ഗംഭീര പോരാളി കൂടിയായിരുന്നു കണ്ടർ മേനോൻ. മാമാങ്കത്തിലൂടെ വള്ളുവനാടിൻ്റെ നായകനായും അദ്ദേഹം മാറുകയുണ്ടായി. മാമാങ്ക കഥകളിലെ ഏറ്റവും പ്രശസ്തനായ ചാവേറുകളായിരുന്നു കണ്ടർ മേനോനും അദ്ദേഹത്തിൻ്റെ മകൻ ഇത്താപ്പവും. അവരുമായി ബന്ധപ്പെട്ട മാമാങ്ക കഥ ഇവിടെ പറഞ്ഞു വയ്ക്കാം. മാമാങ്കം നടക്കുന്ന സമയമാണ്. നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് നിലപാട് നിൽക്കാനുള്ള മണിത്തറ വരെ ഇരുഭാഗത്തും വലിയ തോതിൽ അലങ്കരിച്ചിട്ടുണ്ട്. വഴിയുടെ 2 ഭാഗത്തും പുഴയിലെ മണൽപ്പുറത്തുമൊക്കെയായി ചെറിയ ചെറിയ കൂടാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നിലപാട് തറയുടെ ഒരൽപ്പം വടക്ക് വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറയും കാണാം. സ്വർണ്ണ ചങ്ങലകൾ അണിഞ്ഞ ഭീമാകാരനായ കൊമ്പനാന നിലപാട് തറയ്ക്ക് തെക്കായി സാമൂതിരി താമസിക്കുന്ന കൊട്ടാര മേഖലയിലേക്ക് പതിയെ നടന്നു പോകുന്നുണ്ട്. മാമാങ്ക മേഖലയാകെ വലിയ തോതിൽ തന്നെ തോരണങ്ങളും വർണ്ണക്കൊടികളും ചിത്രങ്ങളും ഒക്കെ വച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. സാമൂതിരിയുടെ രക്ഷാഭാരം വഹിക്കുന്ന വെള്ളോടി, നെടിയുരുപ്പിൽ മൂത്ത ഏറാടി, ഏറനാട് 3-ാം കൂർ നമ്പ്യാതിരി, ഏളംകൂർ നമ്പ്യാതിരി, മാങ്ങാട്ടച്ചൻ, കോഴിക്കോട്ട് കോയ മുതലായവരൊക്കെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്.
അവിടെ ഒത്തുകൂടിയിരിക്കുന്ന സകല മനുഷ്യരും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ അന്നേ നാൾ അവിടെ എത്താൻ പോകുന്ന ചാവേറുകളെക്കുറിച്ചാണ്. ഏവർക്കും കണ്ടർ മേനോൻ എന്ന അതിശക്തനെ അറിയാവുന്നതുമാണ്. പലർക്കും അദ്ദേഹം ആരാധനാ പുരുഷനുമാണ്. എന്തിനേറെ സാമൂതിരിയുടെ ഭാഗത്തുള്ള വാഗയിൽ വെള്ളോടിക്കും പാറനമ്പിക്കും കണ്ടർ മേനോനെ ശരിക്കും അറിയാവുന്നതാണ്. അതായത് 12 കൊല്ലം മുന്നത്തെ വള്ളുവനാട് സാമൂതിരി യുദ്ധങ്ങളിൽ അവർക്ക് പിടിച്ചടക്കാൻ പറ്റാതിരുന്ന ശക്തിയായിരുന്നു കണ്ടർ മേനോൻ എന്നത്. പടപ്പറമ്പിലെ യുദ്ധത്തിൽ കണ്ടർ മേനോൻ്റെ വെട്ടുകൊണ്ട് പാറനമ്പിക്ക് കാര്യമായ പരിക്കും പറ്റിയിരുന്നു. അന്നേ നാൾ വാഗയിൽ വെള്ളോടിയുടെ മകൻ പാറനമ്പിയെ രക്ഷിക്കാനായി മുന്നിൽ ചാടി കണ്ടർ മേനോനെ പ്രതിരോധിച്ചതുകൊണ്ട് മാത്രമാണത്രേ പാറനമ്പി ഇന്നും നിലനിൽക്കുന്നത്. എന്നാൽ നമ്പിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഫലമായി വെള്ളോടിക്ക് മകനെ നഷ്ടപ്പെടുകയും ചെയ്തു. ആ അതിശക്തനായ രാക്ഷസൻ മുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ യുദ്ധം അതിവേഗം ജയിച്ചേനെയെന്നും വള്ളുവക്കോനാതിരിയുടെ കുടുംബം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നും നേരിട്ട് കീഴ്പ്പെടുത്തുക കണ്ടർ മേനോൻ്റെ കാര്യത്തിൽ പ്രയാസമെന്നും പല പടനായകന്മാരും സാമൂതിരിപ്പാടിൻ്റെ മുൻപാകെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിശേഷണങ്ങളും കാണാം. കണ്ടർ മേനോൻ വാളും പരിചയവുമായി മുന്നോട്ട് കുതിച്ചാൽ ഇടിയും മിന്നലുമെന്ന പോൽ ആക്രമണം നടക്കുമെന്നും എതിരാളികൾ വീഴുമെന്നും ഏവരും പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരർത്ഥത്തിൽ വള്ളുവനാട്ടിലെ അത്രയും വലിയൊരു അഭ്യാസിയാണ് ഇന്ന് ചാവേറായി സാമൂതിരിക്കെതിരെ കുതിക്കാനൊരുങ്ങുന്നത്. അതേപോലെ ഇന്നേ നാൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇത്താപ്പുവും ചാവേറായി എത്തിയിട്ടുണ്ട്. ഇത്താപ്പുവിന് ആ സമയം 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഇത്താപ്പുവിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചാവേറുകളായി എത്തുന്ന ഓരോ പോർവീരന്മാരും ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ അമ്മമാർക്കായി തിരുനെല്ലി ക്ഷേത്രത്തിൽ ചെന്ന് പിണ്ടം വച്ച് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള ബാധ്യതകളെല്ലാം തന്നെ നിർവഹിച്ച് മരണത്തെ നേരിടാനായി തിരുനാവായ മണപ്പുറത്ത് എത്തിച്ചേരുന്ന ആ വീരപുരുഷന്മാർക്ക് ജനതയുടെ എല്ലാവിധ ആദരവും ലഭിച്ചിരുന്നു എന്നതാണ് സത്യം. ഏതായാലും മാമാങ്കവേദിയിൽ നിർത്താതെയുള്ള കഠിന വെടികൾ മുഴങ്ങുകയാണ്. വഴിയിൽ 10,000-കണക്കിന് ജനം ആർപ്പു വിളിക്കുന്നുണ്ട്. സാമൂതിരിക്കായി കൊടികളുമായി വന്ന മറ്റ് രാജാക്കന്മാരും പടയാളികളുമൊക്കെ ആർപ്പു വിളിക്കുന്നുണ്ട്. 4 ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന അനേകം രാജാക്കന്മാരുടെ ആ അടിമക്കൊടികൾക്കിടയിൽ ഒരു കൊടി മാത്രം ഉണ്ടായിരുന്നില്ല. ഒരിക്കലും കീഴടങ്ങാൻ നിൽക്കാതിരുന്ന ആറങ്ങോട്ടുടയവരുടെ കൊടി തന്നെയായിരുന്നു അവിടെ ഇല്ലാതിരുന്നത്. പുറത്ത് ഗംഭീര ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണെങ്കിൽ കൊട്ടാരത്തിനകത്ത് സാമൂതിരിപ്പാട് നിലപാട് നിൽക്കാനുള്ള വസ്ത്രമണിയുകയാണ്. കൃത്യമായ ആചാരങ്ങളിലാണ് ഉടുപ്പണിയുന്നത് പോലും. അങ്ങനെ വേഷവിധാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗണപതിക്ക് വെച്ച് തേവാരിക്ക് പണം 2 മുഹൂർത്തത്തിന് പണം 11 കൊടുത്തതിന് ശേഷം ചെന്നമംഗലത്ത് നമ്പൂതിരി ജപിച്ചു കൊണ്ടുവന്ന ഭസ്മം വാങ്ങിച്ചാർത്തി ദക്ഷിണയും നൽകി ഭഗവതിയുടെ മുന്നിലും നിവേദ്യം അർപ്പിച്ചതിന് ശേഷം തേങ്ങയെടുത്ത് വെട്ടുകത്തി കൊണ്ട് വെട്ടിയുടച്ച് ഭഗവതിയെ വന്ദിക്കുമ്പോൾ കതിന നിലയ്ക്കാതെ പൊട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം സാമൂതിരിയും പരിവാരങ്ങളും നിലപാട് നറയിലേക്ക് എഴുന്നള്ളിക്കാൻ ആരംഭിക്കും. ഒപ്പം ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ സാമൂതിരിയും വിശ്വസ്തരും നിലപാട് തറയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ ഉയരുകയാണ്. അതോടെ ജനത്തിൻ്റെ ആകെ കണ്ണും കാതുമൊക്കെ ആ മേഖലയിലേക്ക് തിരിഞ്ഞു. എണ്ണത്തിൽ വളരെയധികം കുറവാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആകെ വീരത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അടയാളങ്ങളായി ചാവേറുകൾ അവിടെ പടച്ചമയിൽ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ, വാമൊഴികൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്കപ്പട്ട് ഞൊറിഞ്ഞുടുത്ത് മേൽമുണ്ട് ചുറ്റി 10 കൈ നീളമുള്ള കച്ച ചുരുട്ടി മേലോട്ടെറിഞ്ഞ് പകുതി തിരിഞ്ഞ് മുറുക്കി കെട്ടി വടക്കൻ ഞൊറിയും തെക്കൻ ഞൊറിയും ആനമുഖവും കുതിരമുഖവും അങ്കവാലും തൊങ്ങലും ഇട്ടുകെട്ടി തലയിൽ ചുകപ്പ് കെട്ടി അരയിൽ ഉറുമിവാൾ തിരുകി മുറുക്കി വെട്ടും വാളും തട്ടിവിട്ട് വലംപാടെ ഒക്കിൽ ചവിട്ടിച്ചാടി ഉയർന്നു തന്നിടം പാടെ തലവെട്ടി വീഴ്ത്തുന്ന മുടവങ്ങാടൻ പുലിയങ്ക പയറ്റി ഒരു ജാൺ പരിചയ്ക്കുള്ളിൽ പതുങ്ങി ഒതുങ്ങി ആഞ്ഞു കുതിച്ചു തുടങ്ങി ചാവേറുകളുടെ ഒരുക്കത്തെ സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലുകൾ വിശദമായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഒരുങ്ങിയതിന് ശേഷം വീരപുരുഷന്മാർ കളരി പരമ്പര ദൈവങ്ങളെയും മൂലപരദേവത തിരുമാന്താങ്കുന്നിൽ അമ്മയെയും ഗുരുകാരണവന്മാരെയും കൈവണങ്ങിക്കൊണ്ട് പുറത്തേക്കിറങ്ങി നാവാമുകുന്ദനെ നമസ്കരിച്ചതിന് ശേഷം പടിഞ്ഞാറേ നടക്കലെത്തുകയാണ്. അങ്ങനെ ചാവേർ വീരന്മാർ സാമൂതിരിയെ നേരിൽ കാണുകയാണ്. ദൂരത്തു നിന്നും ചാവേർ വീരന്മാരെ കണ്ടതോടെ
മണിത്തറമേൽ നിന്നിരുന്ന സാമൂതിരി വാൾ ഉയർത്തി കുലുക്കി. അതോടെ കതിന പൊട്ടി. ആർപ്പു വിളികൾ ഉയർന്നു. വലിയ തോതിലുള്ള ആരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം തന്നെ നിറഞ്ഞു. വലിയ എന്തോ ഒന്ന് നടക്കാൻ പോവുകയാണെന്ന ബോധ്യം ആ ജനതയിലാകെ ഉണ്ടായിരുന്നു. കണ്ടർമേനോനും മകനും മുന്നിലും കുളത്തൂർ ഉണ്ണിനമ്പി, വെള്ളുലി എരയപ്പൻ, പുളിക്കുറുണ്ണി തമ്പി, പട്ടിക്കാട്ടുണ്ണാമൻ, വെളുത്തോൺ ചീരാമൻ, വിളക്കത്തറ കേളു മുതലായ 15 പേർ അതിനു പുറകിലുമായി തയ്യാറായി നിൽക്കുകയാണ്. പൊടുന്നനെ കണ്ടർമേനോൻ പരിചയുലച്ച് തുടക്കടിച്ച് കൂപ്പുകുത്തി വണങ്ങി സമുദ്രത്തിലേക്കെന്ന പോലെ മുന്നോട്ട് ചാടുകയാണ്. കൂടെ തന്നെ ഇത്താപ്പുവും മറ്റുള്ളവരും കുതിച്ചു. ഒരു മിന്നൽ പിണറിൻ്റെ വേഗതയിലെ ആ ചാട്ടം കണ്ട് ആ ജനതയാകെ അമ്പരന്ന് നിന്നു. ആ വീരന്മാർ മുന്നോട്ട് നീങ്ങുന്തോറും 100 കുന്തമുനകൾ 2 ഭാഗത്തു നിന്നും മരണവിളിയുമായി അവരുടെ നേർക്ക് നീളാൻ ആരംഭിച്ചു. എന്നാൽ തടയാനെത്തിയ സൈനികരുടെ സകല പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കണ്ടർമേനോൻ മുന്നോട്ട് കുതിച്ചു. തൻ്റെ കൂട്ടാളികളെ ഒപ്പം ചേർക്കുവാനും ധൈര്യം പകരുവാനും വള്ളുവനാട് ദേശത്തിൻ്റെ മക്കൾ എന്ന് ആ ജനതയെ ഓർമ്മിപ്പിക്കാനും അഭിമാനം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ പലതും അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് ഉയർന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ആ പോർവീരന്മാർ എതിരാളികളെ നിശേഷമില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ നേർക്ക് വരുന്ന അനേകം കുന്തമുനകളെയും ആ കുന്തം പിടിച്ച കൈകളെയും ശിരസുകളെയും മറുത്തെറിഞ്ഞും ഒരു ജാൺ പരിചയ്ക്കുള്ളിൽ മറഞ്ഞു നിന്നും മോതിരം കടകൻ മറിഞ്ഞും വാളുലച്ചും പരിചയടിച്ചും പാഞ്ഞും കുതിച്ചും ഓടിയും ചാടിയും വാങ്ങിയും കയറിയും കണ്ടർമേനോൻ നിലപാട് തറയുടെ ഒരു 25 വാര അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുന്നോട്ട് കയറ്റവും പിറകോട്ട് വലിയലും നടത്തി പരിചയിൽ മറഞ്ഞ കണ്ടർമേനോൻ പിറകോട്ട് നോക്കുകയുണ്ടായി. അവിടെ തൻ്റെ അനുയായികളിൽ 11 പേരെയും കുന്തങ്ങൾ ഇല്ലാതാക്കിയതും അതും പിടിച്ച് എതിരാളികൾ അട്ടഹസിക്കുന്നതുമാണ് അദ്ദേഹം കണ്ടത്. അതുമായി ബന്ധപ്പെട്ട പഴയ മലയാള വിശേഷണവുമുണ്ട്. മാടപ്പുറത്തുണ്ണിരാമൻ കൊളത്തൂർ ഉണ്ണിനമ്പിയെ കുന്തത്തിൽ കുത്തിക്കോർത്തപ്പോൾ പള്ളമേൽ വെട്ടുകൊണ്ട് ചീരാമൻ മറിഞ്ഞു വീണു. കഴുത്തിൽ വെട്ടുകൊണ്ട് കേളുവും മരിച്ചു. അങ്ങനെ ഓരോരുത്തരായി തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ആ വീരകേസരികൾ വീരസ്വർഗം നേടിയിരിക്കുകയാണ്. ആരും തളർന്നു പോകുന്ന ഒരു നിമിഷത്തിൽ എന്നാൽ പിന്നീട് കണ്ടത് കണ്ടർമേനോൻ്റെ മകൻ ഇത്താപ്പു കൗരവമേഖലയിൽ അഭിമന്യുവെന്ന പോലെ ആഞ്ഞു കുതിച്ചു പടവെട്ടുന്നതാണ്. കണ്ടർമേനോനെയും കടന്നു മുന്നിലെത്തിയ ഇത്താപ്പുവിൻ്റെ ഉറുമി നിലയ്ക്കാതെ ചലിച്ചുകൊണ്ടിരുന്നു. എതിരാളികളുടെ എണ്ണം പോലും കണക്കാക്കാനാവാത്ത വിധം തലകൾ അവിടെ വീണുകൊണ്ടിരുന്നു. പിതാവിൻ്റെ മുന്നിലേക്കും എതിരാളികൾ വന്ന് വീണുകൊണ്ടിരുന്നു. അപ്രകാരം മുന്നേറുന്നതിനിടയിൽ ഇത്താപ്പുവിന് കുത്തേറ്റ് മറിഞ്ഞു വീഴുകയുണ്ടായി. ഇതേ സമയം രാക്ഷസ സ്വഭാവം നേടിയ കണ്ടർമേനോൻ എതിരാളികളെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറി മകനെ പരിച കൊണ്ട് മാറത്തണച്ച് അവൻ്റെ തളർച്ച തീരാൻ അവസരമൊരുക്കി. അവിടെ നിന്നും പൊരുതിയ കണ്ടർമേനോൻ്റെ വീര്യമൊക്കെ പ്രസിദ്ധമാണ്. ക്ഷീണം അല്പം മാറിയതോടെ ഇത്താപ്പുവെന്ന വീരകേസരി വീണ്ടും മുന്നോട്ട് കയറി മണിത്തറ സമീപിച്ചു. സാമൂതിരിയുടെ അംഗരക്ഷകർ പഠിച്ച വിദ്യ 18 പയറ്റി ശ്രമിച്ചിട്ടും ഇത്താപ്പുവിനെ തടയാൻ അവർക്ക് സാധിച്ചില്ല. ഇത്താപ്പുവിൻ്റെ അതിവേഗതയിലുള്ള മുന്നേറ്റം കണ്ട് സാമൂതിരി പോലും പരിഭ്രമിക്കുകയും വിശ്വസ്തരായ അനുയായികളെ നോക്കുകയും ചെയ്തു അത്രേ. സാമൂതിരി നിൽക്കുന്ന മണിത്തറയിൽ ശാന്തഗംഭീരനായും ആരോടും ദ്രോഹബുദ്ധിയില്ലാതെയും തുറന്ന മനസ്സുമായി വള്ളുവക്കോനാതിരി നിലപാട് നിൽക്കുന്നതും തൻ്റെ അനുയായികൾ അദ്ദേഹത്തെ വെട്ടിക്കൊന്നതുമൊക്കെ സാമൂതിരിയുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. ഇതേ സമയം മുന്നേറിക്കൊണ്ടിരുന്ന ഇത്താപ്പുവിൻ്റെ വാൾച്ചീറ്റലുകൾ അദ്ദേഹത്തിനടുത്തേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. മണിത്തറയിലെത്തിയ ഇത്താപ്പുവിൻ്റെ വാൾച്ചീറ്റലുകളിൽ അവിടെയുണ്ടായിരുന്ന വിളക്ക് തൂണുകൾ ഓരോന്നും തകർന്നുവത്രേ. മിന്നൽ പിണർ പോലെ പാഞ്ഞ ഇത്താപ്പു സാമൂതിരിയെയും ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ആരവത്തിൽ നിറഞ്ഞ ആ മേഖല സാക്ഷിയാക്കി ഇത്താപ്പു സാമൂതിരിക്ക് നേരെയും വാൾവീശാൻ ഒരുങ്ങി. എന്നാൽ എല്ലാം പൊടുന്നനെ അസ്തമിച്ചു. ആ മേഖലയാകെ നിശബ്ദമാകുകയും ചെയ്തു. പെട്ടെന്ന് ഇത്താപ്പു മറിഞ്ഞു വീഴുന്നതും മാടപ്പുറത്ത് ഉണ്ണിരാമൻ്റെ ഗർജനവുമാണ് ജനങ്ങൾ കേട്ടത്. ഉണ്ണിരാമൻ്റെ ഒളിവെട്ടുകൊണ്ട് ഇത്താപ്പു മരിച്ചു വീണതോടെ സാമൂതിരി കൈ ഉയർത്തി വിജയമാഘോഷിച്ചു. മകൻ മരിച്ചു വീണത് കണ്ട കണ്ടർമേനോൻ ചീറ്റപ്പുലി പോലെ മുന്നോട്ട് പാഞ്ഞു കയറുകയും എതിരാളികളെ വെട്ടിയരിയുകയും ചെയ്തു അത്രേ. ഇതിനിടയിൽ കണ്ടർമേനോൻ ജനങ്ങളോടൊന്നാകെ പറഞ്ഞു വെച്ചു, ഇന്ന് ഇവിടെ വച്ച് എൻ്റെ നാടിനും രാജാവിനും വേണ്ടി ഞാൻ വെട്ടിമരിക്കുകയാണ്. വള്ളുവനാട്ടിൽ 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലം വരെ ശത്രുവിന് കീഴടങ്ങുകയില്ലെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇല്ലാതാവുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങനെ
ജനങ്ങളോടൊന്നാകെ പറഞ്ഞതിന് ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങിയ കണ്ഠരമേനോൻ ആദ്യമായി നമ്പ്രോളി വൈദ്യരുമായി പോരടിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കി. തുടർന്ന് മുന്നേറിയപ്പോൾ പല പയറ്റും പായറ്റിത്തെളിഞ്ഞ ചേട്ടായ പണിക്കരുമായി വമ്പൻ ഏറ്റുമുട്ടൽ തന്നെ നടന്നു. കണ്ഠരമേനോൻ്റെ മുന്നിൽ പയറ്റിത്തെളിഞ്ഞ പണിക്കരുടെ ഒരു അടവും വിജയിച്ചില്ല. പോരാട്ടം നീണ്ടപ്പോൾ കണ്ഠരമേനോൻ്റെ തുടയിൽ ഒരു കള്ള വെട്ടുകൊള്ളുകയുണ്ടായി. അതോടെ അദ്ദേഹം മുട്ടുകുത്തി വീഴുകയും ചെയ്തു. വീഴുമ്പോൾ മറ്റേ കാലുകൊണ്ട് പണിക്കരുടെ നാഭി നോക്കി ചവിട്ടിയെന്നും ചവിട്ടുകൊണ്ട് പണിക്കർ ചത്തുവെന്നും വിശേഷണം കാണാം. അപ്രകാരം പോരാട്ടം അവിടെ അവസാനിച്ചു. തുടർന്നുള്ള 12 വർഷത്തേക്ക് കേരളാധീശ്വര പദവി സാമൂതിരിയുടെ കൈകളിൽ എന്ന നിലയിൽ ഭദ്രമായി. അതിന് ശക്തിയേകി കൂട്ടവെടികൾ എങ്ങും മുഴങ്ങി. ചാവേർ വീരന്മാരുടെ മൃതദേഹവുമായി ആനകൾ മണിക്കിണറിന് നേർക്ക് നീങ്ങുകയും ചെയ്തു. ഇപ്രകാരം ചാവേറുകളുടെ കഥയിലൂടെ മാമാങ്കത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരുന്നു എന്നതും ചാവേറുകളുടെ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നതുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഹാമിൽട്ടൺ മാമാങ്കം നേരിട്ട് കണ്ടതുമായി ബന്ധപ്പെട്ട് ചില രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മാമാങ്കം എന്നത് 1695 കൊല്ലത്തിൽ നടന്നതാണ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. ആ റിപ്പോർട്ടിലെ രേഖപ്പെടുത്തലുകൾ പ്രകാരം അന്നേ നാൾ 3 ഭടന്മാർ സാമൂതിരിയെ കൊല്ലാൻ പുറപ്പെട്ടുവെന്നും അനവധി പേരെ അവർ കൊല്ലുകയും ഒടുവിൽ അവരും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഭടന്മാരിൽ ഒരാൾക്ക് ഒരു മരുമകൻ ഉണ്ടായിരുന്നത്രേ. അമ്മാവൻ്റെ മരണം കണ്ട ഈ കുട്ടി അമ്മാവൻ്റെ പിന്നാലെ അവിടെ വാളും പരിചയവുമായി പോയിരുന്നു അത്രേ. മരണം കണ്ടതോടെ ഈ യുവാവ് ഉടനെ അകമ്പടിക്കാരുടെ നടുവിൽ കൂടി അതിവേഗം ഓടിപ്പോവുകയും കൂടാരത്തിൽ കയറി സാമൂതിരിയുടെ തലയിൽ വാൾ കൊണ്ട് വെട്ടുകയും ചെയ്തു അത്രേ. എന്നാൽ ഈ വെട്ട് സാമൂതിരിയുടെ മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പിച്ചള വിളക്കിന്മേൽ തട്ടുകയുണ്ടായി. അതുണ്ടായിരുന്നില്ലെങ്കിൽ അന്നേ നാൾ സാമൂതിരിയുടെ മരണം തീർച്ചയായിരുന്നു. ഏതായാലും രണ്ടാമത് വെട്ടുന്നതിന് മുന്നേ സാമൂതിരിയുടെ ആൾക്കാർ ഈ യുവാവിനെ വധിക്കുകയാണ് ഉണ്ടായത്. 2-3 ദിവസം ഈ മേഖലയിൽ സഞ്ചരിച്ച ഹാമിൽട്ടൺ ഈ കാലങ്ങളിൽ നിലയ്ക്കാത്ത കതിനുവെടികളുടെ ശബ്ദത്തെപ്പറ്റിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പറയുന്ന കഥയിലെ അമ്മാവനും മരുമകനും എന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ കഥയിലെ ചന്ദ്രത്തിൽ പണിക്കരും മരുമകൻ ചന്തുണ്ണിയും മാമാങ്കത്തിന് ചെന്നതും അസാമാന്യമായ പോരാട്ടം കാണിച്ച് ആത്മാർപ്പണം നടത്തിയതുമായി ബന്ധപ്പെട്ടതിനെ പറ്റിയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. വള്ളുവനാട് രാജാവിൻ്റെ അംഗരക്ഷക സ്ഥാനവും പടനായകൻ്റെ പദവിയും ഉണ്ടായിരുന്ന ചന്ദ്രത്തിൽ പണിക്കരും അദ്ദേഹത്തിൻ്റെ കളരിയും വള്ളുവനാട് ദേശത്ത് അതിപ്രശസ്തമായിരുന്നല്ലോ. ചന്ദ്രത്തിൽ പണിക്കരുടെ കീഴിൽ അഭ്യസിച്ച പടയാളികൾക്ക് നേരെ വരുന്ന ശത്രുവിനെ പേടിക്കേണ്ടതില്ല എന്ന ചൊല്ലുപോലും ഉണ്ടായിരുന്നു. ഏതായാലും വള്ളുവനാട് ചരിത്രത്തിൽ ചന്ദ്രത്തിൽ പണിക്കരും നിലനിൽക്കുന്നുണ്ട്. ചാവേർ വീരന്മാരെ പറ്റിയുള്ള പല കഥകളും പാട്ടുകളും വാമൊഴിയായി നമുക്കിടയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഒരു കാലം വരെ പാണരും പുള്ളുവരും ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ദേശങ്ങളാകെ പാടി നടന്നിട്ടുമുണ്ട്. അപ്രകാരം ആ വീരന്മാരുടെ അഭിമാന പോരാട്ടങ്ങളുടെ കഥ നമ്മുടെ നാട്ടിൽ നിലനിന്നു. അപ്പോഴും മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി യാത്രകളും സമരങ്ങളും പോരാട്ടങ്ങളുമൊക്കെ അറിയപ്പെടാതെയും വള്ളുവനാടിൻ്റെ മണ്ണിൽ ഇല്ലാതെയുമായിട്ടുണ്ട്. ചരിത്രമേഖലകൾക്ക് അത് വലിയ നഷ്ടം തന്നെയാണ്. സാമൂതിരിക്കാലത്തെ മാമാങ്കം എന്ന നിലയിൽ രൂപപ്പെട്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ മാമാങ്കം നടത്തപ്പെട്ടത് 1755 1757 പറയാറുണ്ട്. ലോകൻ്റെ എഴുത്തുകൾ പ്രകാരം അത് 1753 ഏതായാലും കേരളത്തിൻ്റെ തന്നെ ഉത്സവമായിരുന്ന പിന്നീട് വള്ളുവനാട് ദേശത്തെ വീരന്മാരുടെ പോരാട്ടവേദി കൂടിയായി മാറിയ മാമാങ്കം 1750കൾക്കിപ്പുറം അവസാനിച്ചു എന്നത് ചരിത്രം.